അപ്പോൾ ഉറച്ച കോട്ടയാണ് യു ഡി എഫിൻ്റെ, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ യു ഡി എഫിൽ ഉണ്ടായിരുന്ന പ്രബലമായ കക്ഷി എൽ ഡി എഫിലേക്ക് എത്തുമ്പോൾ യു ഡി എഫിനെ സ്ഥിരമായി വിജയിപ്പിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഇക്വേഷൻ ഇത്തവണ കോൺഗ്രസും ജോസഫും തമ്മിലുള്ള ഇക്വേഷനായി മാറുമോ എന്നതേ നമുക്കറിയണ്ടു. പരമ്പരാഗത ശത്രുക്കൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് അല്ലെ? ജോസഫും മാണിയും തമ്മിൽ അതൊരു പരമ്പരാഗത ശത്രുത കൂടിയാണല്ലോ. രണ്ടായിട്ട് വിഭജിച്ച് നിന്ന് മത്സരിച്ചിട്ടുള്ള ആളുകളാണ്, രണ്ട് മുന്നണികളായി. പക്ഷേ അവിടെ ഉണ്ടല്ലോ ഉണ്ണി സാർ, പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടത് എന്താണ്? കേരള കോൺഗ്രസ് എമ്മിന് കാര്യമായ ചലനം ഇടതുപക്ഷത്തേക്ക് പോയി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതിരുന്നതാണ്. അത് കോൺഗ്രസ്, കേരള കോൺഗ്രസ് മാണി മൈനസ് കോൺഗ്രസ് എന്നത് എത്രത്തോളം ഉണ്ട് എന്നത് അറിയാൻ ഈ തെരഞ്ഞെടുപ്പിന് ഫലം ഇതൊരു കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് റെഫറൻസ് ആയിരിക്കും. നമുക്കപ്പോൾ കോട്ടയത്തിന്റെ ചരിത്രം ഒന്ന് കണ്ടുവരാം. പൊളിറ്റിക്കൽ ഹിസ്റ്ററി. വോട്ടുകൊണ്ട് കോട്ട കെട്ടുന്ന നാടാണ് കോട്ടയം. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിക്കോട്ടയും കെ എം മാണിയുടെ പാലാക്കോട്ടയും ഉണ്ടായിരുന്ന മണ്ഡലം. ഇഷ്ടപ്പെട്ടാൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കോട്ടയം മനസ്സാണ് കോട്ടകളുടെ ആണിക്കല്ല്. യു ഡി എഫ് കോട്ടയാണെങ്കിലും ഇടതുപക്ഷത്തെയും നെഞ്ചിലേറ്റിയിട്ടുണ്ട് കോട്ടയം. 1952 കോട്ടയം മണ്ഡലം രൂപീകരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി CP മാത്യുവിനായിരുന്നു ആദ്യ ജയം. 1957 62 കോൺഗ്രസിലെ മാത്യു മണിയാടൻ വിജയിച്ചു. 1967 കോൺഗ്രസിന് കാലിടറി. KM എബ്രഹാമിലൂടെ കോട്ടയത്ത് ആദ്യമായി ചെങ്കൊടി പാറി. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മുമായി ചേർന്ന് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു. വർക്കി ജോർജും സക്കറിയ തോമസും ഡൽഹിയിലെത്തി. 1984 ആയപ്പോഴേക്കും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി. കേരള കോൺഗ്രസുകൾ ഒന്നിച്ച 1984 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സക്കറിയ തോമസിന്റെ ഹാട്രിക് മോഹം പൊലിഞ്ഞു. CPIM-ലൂടെ സുരേഷ് കുറുപ്പ് കോട്ടയം ചുവപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിനിടയിലായിരുന്നു ചരിത്ര വിജയം. 1989 രമേശ് ചെന്നിത്തല കോട്ടയത്തെ വീണ്ടും കോൺഗ്രസ് പാളയത്തിലെത്തിച്ചു. 1991 96 രമേശ് ചെന്നിത്തല വിജയം ആവർത്തിച്ചു. 1998 കോട്ടയം വീണ്ടും സുരേഷ് കുറുപ്പിനൊപ്പം നിന്നു. 1999 2004 സുരേഷ് കുറുപ്പ് നിഷ്പ്രയാസം വിജയിച്ചു കയറി. തുടർച്ചയായ പരാജയത്തോടെ മണ്ഡലം കേരള കോൺഗ്രസ് ഏറ്റെടുത്തു. മാണി ഗ്രൂപ്പിന്റെ അഭിമാന പോരാട്ടത്തിൽ ജോസ് കെ മാണിക്ക് മുന്നിൽ സുരേഷ് കുറുപ്പിന് കാലിടറി. 2004 ജോസ് കെ മാണി വിജയം ആവർത്തിച്ചു. 2019 തോമസ് ചാഴിക്കാടൻ UDF-നായി മണ്ഡലം കാത്തു. അതിനിടയിൽ അടിമുടി മാറ്റങ്ങൾക്കും നിർണായക കൂടുമാറ്റങ്ങൾക്കും കോട്ടയം സാക്ഷിയായി. തോമസ് ചാഴിക്കാടൻ LDF സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ ജനവിധി തേടുന്നത്. എം പി ഫണ്ടിന്റെ വിനിയോഗം 100% കേരളത്തിൽ ആദ്യമായി നേടിയെടുത്ത ആൾ ഞാനാണ്. റെയിൽവേയുടെ വികസനം വേണ്ട വിധത്തിൽ നടക്കാതിരുന്ന റെയിൽവേ വികസനം 945 കോടി രൂപയുടെ വികസനം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലുണ്ടായത്. ഇരട്ടപ്പാത അതിൻ്റെ പൂർത്തീകരണം വളരെ വേഗത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജാണ് UDF സ്ഥാനാർത്ഥി. പിളർപ്പിന് ശേഷം ജോസ് കെ മാണിക്കും കൂട്ടർക്കും 2 ചിഹ്നം കിട്ടിയതിൽ നിർണായകമായത് MP ആയിരുന്ന തോമസ് ചാഴിക്കാടന്റെ നിലപാടായിരുന്നു. നിർണായക ഘട്ടത്തിൽ ജോസ് കെ മാണിക്കൊപ്പം പോയ ചാഴിക്കാടനെ വീഴ്ത്തേണ്ടത് അഭിമാന പ്രശ്നമായാണ് ജോസഫ് ഗ്രൂപ്പ് കരുതുന്നത്. ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ ഇത് റബ്ബറിൻ്റെ ഒരു കേന്ദ്രമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഒട്ടേറെ ടൂറിസം സാധ്യതകൾ, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, മാധ്യമങ്ങളുടെ കേന്ദ്രം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും സവിശേഷതകളുള്ള ഈ മണ്ഡലം, ഇവിടെ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും ഒക്കെ ഉണ്ട്. മുൻഗാമികൾ തുടങ്ങി വെച്ചിട്ടുള്ള പൂർത്തീകരിക്കപ്പെടേണ്ട പദ്ധതികൾ, പുതിയ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന പുതിയ പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുക, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരത്തെ ത്രികോണ മത്സരമാക്കി മാറ്റാനാകും എന്ന പ്രതീക്ഷയിലാണ് NDA. BDJS ഇതിനകം സീറ്റിൽ കണ്ണുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ PC തോമസ് നേടിയ 1.5 ലക്ഷത്തിലേറെ വോട്ടാണ് കോട്ടയത്തേക്ക് കണ്ണറിയാൻ BDJS-നെ പ്രേരിപ്പിക്കുന്നത്. അതായത് ജാതി, രാഷ്ട്രീയം, മതം ഇതൊന്നും നോക്കിയിട്ട് ഒന്നുമല്ല, അല്ലെങ്കിൽ അവിടുത്തെ ജാതീയത ഇതൊന്നും. പക്ഷേ സാമുദായിക സന്തുലിതാവസ്ഥ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് സമാഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മീനച്ചലാറും മണിമലയാറും എണ്ണിയാൽ തീരാത്ത ചെറുപുഴകളും ചേരുന്ന പുഴക്കൂട്ടത്തിനിടയിലാണ് കോട്ടയത്തിന്റെ കിടപ്പ്. മലയിൽ മഴ പെയ്താൽ ഏതുവഴി മലവെള്ളം വരുമെന്ന് പ്രവചിക്കുക അസാധ്യമായതുപോലെയാണ് ഇത്തവണ കോട്ടയത്തിന്റെ മനസ്സും.
ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.